ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 64 ഒന്നാമത്തെ ചോദ്യമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക. ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1400 ആൻഡ് ദെയർ സം ഈസ് 81. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുക അല്ലേ? ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ 1400, ഗുണനഫലം 1400, ആ സംഖ്യകൾ തന്നെ കൂട്ടിയപ്പോൾ നമുക്ക് 81 എന്നും കിട്ടി. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? നെക്സ്റ്റ് ടു ഈച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് നമ്പറിൻ്റെ കഥയല്ലേ പറഞ്ഞത്? ആ നമ്പറിൻ്റെ തൊട്ടടുത്ത സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സംഖ്യകളെ കുറിച്ചൊന്നും ഐഡിയ അല്ല അല്ലേ? ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഒന്നും അറിയാത്തത് കൊണ്ട് രണ്ടാമത്തെ ചോദ്യം കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, നമ്പർ അറിയാത്തത് കൊണ്ട് മിസ് നമ്പറിനെ എന്ത് എന്ന് വിളിച്ചു? നമ്പേഴ്സ് അല്ലേ, സംഖ്യകളെ നമുക്കറിയാം. നമ്മൾ എക്സും വൈ ഒക്കെ പഠിച്ച ആൾക്കാരാ. ഒരു സംഖ്യേനെ എക്സ് എന്നും മറ്റേ സംഖ്യയെ വൈ എന്നും വിളിച്ചു. എന്നിട്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അവരുടെ പ്രൊഡക്റ്റിൽ അവർ തമ്മിൽ ഗുണനഫലം 1400 അതായത് ഗുണനഫലം അഥവാ പ്രൊഡക്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 1400. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ്. എക്സ് ഇൻറ്റു വൈനെ എക്സ് വൈ എന്ന് എഴുതാം. ഈ നമ്പർ നമ്മൾ എടുത്ത നമ്പറുകൾ എക്സും വൈയും ആണ്. സംഖ്യ ഏതാ നമുക്കറിയില്ല. ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച എക്സ് വൈ എന്ന് പറയുന്നത് 1400 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ സംഖ്യകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? തുക അല്ലേ? ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ, അതായത് തുക അഥവാ സം എന്ന് പറയുന്നത് എക്സും വൈയും തമ്മിൽ കൂട്ടിയാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 81 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് ചോദിച്ചത് തൊട്ടടുത്ത സംഖ്യകൾ. ഇപ്പോൾ ഒരു സംഖ്യ 5 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ ഏതാ? 5നോട് 1 കൂട്ടിയാൽ പോരെ? 7 ആണെങ്കിൽ തൊട്ടടുത്തത് 8 അല്ലേ വരിക? 9 ആണെങ്കിൽ 10 അല്ലേ വരിക? 100 ആണെങ്കിൽ തൊട്ടടുത്തത് 101 അല്ലേ? അതായത് ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിനോട് 1 കൂട്ടിയാൽ പോരെ? അപ്പോൾ നമ്മൾ എക്സും വൈയും ആണ് നമ്മൾ ആദ്യം എടുത്ത സംഖ്യകൾ. ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചത്. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും തൊട്ടടുത്ത സംഖ്യകൾ ഏതൊക്കെയാ? നെക്സ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാ? നെക്സ്റ്റ് നമ്പേഴ്സ് അതായത് അടുത്ത സംഖ്യകൾ ഏതൊക്കെയാ വരിക? എക്സിൻ്റെ തൊട്ടടുത്ത സംഖ്യ കിട്ടാൻ എക്സിനോട് 1 കൂട്ടുക, അപ്പോൾ x+1. അതേപോലെ വൈയിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ വൈൻ്റെ തൊട്ടടുത്ത സംഖ്യയും കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് x+1ൻ്റെയും y+1ൻ്റെയും ഗുണനഫലമാണ്. അതായത് എക്സും വൈൻ്റെയും ഗുണനഫലം തന്നിട്ടുണ്ട് 1400. തൊട്ടടുത്ത സംഖ്യകൾ ഗുണിച്ചാൽ എത്രയാണ് കിട്ടുകയെന്ന്. x+1ഉം y+1ഉം ഗുണിച്ചാൽ എത്രയാണെന്നല്ലേ ചോദിച്ചത്? അപ്പോൾ നമുക്ക് x+1 ഇൻറ്റു y+1 ആണ് ചോദ്യം. x+1 ഇൻറ്റു y+1നെ നമ്മൾ ഇൻറ്റു എന്ന് എഴുതണം നിർബന്ധമല്ല കേട്ടോ. 2 ബ്രാക്കറ്റ് ഇട്ടാലും അവിടെ എന്ത് തന്നെ ഉണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് മീനിങ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അത് തമ്മിൽ എങ്ങനെയാണ് ചെയ്യുക? x+1 ഇൻറ്റു y+1 ഒന്നുകൂടി എഴുതാം അല്ലേ നമുക്ക്? അതായത് നമ്മളോട് ചോദിച്ചത് x+1ഉം y+1ഉം ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ബ്രാക്കറ്റിൽ ആദ്യത്തെ നമ്പറിനെ സെക്കൻഡ് ബ്രാക്കറ്റിൽ ഫസ്റ്റ് നമ്പറിനോടും ഗുണിക്കണം, സെക്കൻഡ് നമ്പറിനോടും ഗുണിക്കണം. അതായത് എക്സ് ഇൻറ്റു വൈയും ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു വൈയും ചെയ്യണം, എക്സ് ഇൻറ്റു വണ്ണും ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ് ഇൻറ്റു വൈ, ഇതിൻ്റെ ഇടയിലൊക്കെ പ്ലസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓരോന്ന് ഗുണിച്ച് കഴിയുമ്പോഴും പിന്നെയോ എക്സ് ഇൻറ്റു 1. അപ്പോൾ അത് കഴിഞ്ഞു. പ്ലസ് അടുത്തത് ഫസ്റ്റ് ബ്രാക്കറ്റിൽ രണ്ടാമത്തെ ആൾ 1 ആണ്. ശരിയല്ലേ? ഇപ്പോൾ 1നെ വൈ കൊണ്ടും ഗുണിക്കണം, 1നെ 1 കൊണ്ടും ഗുണിക്കണം. 1 അല്ലേ? എങ്ങനെ എഴുതാലും കുഴപ്പമൊന്നുമില്ല. 1 ഇൻറ്റു വൈയും ചെയ്യണം, പിന്നെ ഏതുണ്ട്? പ്ലസ്, ഓരോന്നിൻ്റെ ഇടയിലും പ്ലസ് അല്ലേ? നെക്സ്റ്റ് 1 ഇൻറ്റു 1 അല്ലേ? അതായത് ഇതിലെ സെക്കൻഡ് ആൾ ഇതിലെ ലാസ്റ്റ് ആൾ രണ്ടും 1 തന്നെയാണ്. സോ 1 ഇൻറ്റു 1 എന്ന് വരും. എക്സ് ഇൻറ്റു വൈനെ നമുക്ക് എക്സ് വൈ എന്ന് എഴുതാം. എക്സ് ഇൻറ്റു 1നെ എക്സ് എന്ന് എഴുതാം. 1 ഇൻറ്റു വൈനെ വൈ എന്ന് എഴുതാം. 1 ഇൻറ്റു 1 1. ശരിയാണല്ലോ? അതായത് ഇത് തമ്മിൽ ഗുണിച്ചാൽ ഇങ്ങനെ കിട്ടും. ഇതിൽ നിങ്ങൾ നോക്ക്, ഈ എക്സും വൈയും തമ്മിൽ ഗുണിച്ചാലുള്ള ഉത്തരം നമുക്ക് അറിയാം അല്ലേ? എക്സ് വൈൻ്റെ ഉത്തരം എന്താ? എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള സംഖ്യകളുടെ
ഗുണനഫലമാണ്, പ്രൊഡക്റ്റാണ്. അപ്പോൾ എക്സ് വൈൻ്റെ വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം വന്നത്. സോ എക്സ് വൈൻ്റെ സ്ഥാനത്ത് മിസ്സിന് 1400 എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, എക്സും വൈയും ഗുണിച്ചാൽ 1400 ആ ചോദ്യത്തിലുണ്ട്. പിന്നെയോ ഈ ഭാഗത്തിൻ്റെ ഉത്തരം എന്താ? എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ, എടാ ഇതിൻ്റെ ഉത്തരമല്ലേ നമുക്ക് ചോദ്യത്തിൽ തന്നത്? അതായത് ആദ്യം എടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ അവരുടെ തുക 81 തന്നിട്ടുണ്ടല്ലോ, അതായത് x+y. അപ്പോൾ x+yൻ്റെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? 81 എന്ന് എഴുതാം. ലാസ്റ്റ് ഒരു 1 ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ 1400ഉം 81ഉം 1ഉം തമ്മിൽ കൂട്ടുക, 2 വരും, 8 4 1. ഫൈനൽ ആൻസർ എത്ര വരും? 1482. ഏതാ സംഖ്യ എന്നൊന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോകണ്ട, എക്സിൻ്റെ വൈൻ്റെ വില കാണുമൊന്നും വേണ്ട. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ തൊട്ടടുത്ത സംഖ്യകൾ x+1ഉം y+1ഉം ഗുണിച്ചാൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഈ തുകകളുടെ ഗുണനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിട്ടില്ലേ അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് സമ്മ്, ആ ഒരു സാധനം ഇവിടെ അപ്ലൈ ചെയ്യാണ്. 2 ബ്രാക്കറ്റിൽ സമ്മുകൾ ഇങ്ങനെ തന്നാൽ ഇത് തമ്മിൽ ഗുണിക്കുക. ആ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ആൻസർ ക്വസ്റ്റ്യനിൽ വേറെ തന്നെ തന്നിട്ടുണ്ട്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ഈസ് 621 ആൻഡ് ദെയർ സം ഈസ് 50. അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ വെറും നമ്പർ അല്ല, എന്ത് നമ്പറിൻ്റെ പ്രൊഡക്റ്റാണ്? ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മറന്നു പോകരുത് കേട്ടോ. 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന് ആ പ്രൊഡക്റ്റ് എന്ന് പറയാം, ഗുണനഫലം എന്ന് മലയാളത്തിൽ പറയാം. പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പർ, ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമാണ് പറഞ്ഞിരിക്കുന്നത് 621. അതേ ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 50 വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഈ വേർഡ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക, എക്സാമിന് വന്നാൽ എന്താണെന്ന് വിചാരിക്കരുത്. നെക്സ്റ്റ് ടു ഈച്ച് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ, അതായത് ഏതോ 2 ഒറ്റ സംഖ്യകൾ ഏതാ എല്ലാവർക്കും അറിയാലോ? 1 3 5 7 9 അല്ലേ, 11 13. ഇതിനെയാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഈ സംഖ്യകളിൽ ഏതോ 2 സംഖ്യ, ഏത് സംഖ്യ എന്നൊന്നും അറിയില്ല, ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 621 കിട്ടും. അതേ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 50 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ചോദ്യം അല്ലേ, ഒറ്റ സംഖ്യകളെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സിനെ നമ്മൾ എന്താക്കിയിട്ട് എടുക്കുന്നു? ഒന്ന് എക്സുമാണ്, ഒന്ന് വൈയുമാണ്, ശരിയല്ലേ? അപ്പോൾ എക്സ് കോമ വൈ എന്ന് എഴുതുന്നു. ഇനി തൊട്ടടുത്ത, അതിൻ്റെ മുന്നേ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഈ ഓഡ് സംഖ്യകളിലെ ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ടല്ലോ, പ്രൊഡക്റ്റ് എത്രയാ? ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം അല്ലേ? എക്സും വൈയും ഗുണിച്ചാൽ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈനെ നമുക്ക് എക്സ് വൈ എന്ന് എഴുതാം. ഇവരെ തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടുന്ന? 621 കിട്ടുന്ന ചോദ്യത്തിൽ പറഞ്ഞത് 621. പിന്നെ അവരുടെ തുക, ആ നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സും വൈയും ആണ് നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ, കാരണം നമുക്ക് ഏതാണെന്ന് അറിയില്ല. എക്സും വൈയും കൂട്ടിയാൽ 50 എന്ന് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്, അതല്ലേ ചോദ്യത്തിൽ പറഞ്ഞത്? 50 എന്നും കിട്ടുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് തൊട്ടടുത്ത സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ, തൊട്ടടുത്ത വെറും സംഖ്യകളാണോ? എടാ നമ്മൾ വെറും നമ്പറിൻ്റെ കാര്യമാണോ പറഞ്ഞത്? അല്ലല്ലോ, തൊട്ടടുത്ത ഒറ്റ സംഖ്യകളല്ലേ? അതായത് നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സിൻ്റെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, 5 ഒരു ഓഡ് നമ്പറാണ്. 5ൻ്റെ തൊട്ടടുത്ത ഓഡ് നമ്പർ 6 ആണോ? അല്ലല്ലോ. 6 ഓഡ് നമ്പർ ആണോ? അല്ല. അതായത് അടുത്ത ഓഡ് നമ്പർ 7. 11 ഒരു ഓഡ് നമ്പറാണ്. 11 കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒറ്റ സംഖ്യ 13, ശരിയല്ലേ? 21 ഒരു ഓഡ് നമ്പറാണ്. ഇതിൻ്റെ അടുത്തത് 23. അതായത് ഒറ്റ സംഖ്യകൾ കിട്ടണമെങ്കിൽ ഒരു സംഖ്യയോട് അടുത്ത ഒറ്റ സംഖ്യ ഓഡ് നമ്പർ കിട്ടാൻ അതിനോട് നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത്? ഒരു ഒറ്റ സംഖ്യയോട് 2 കൂട്ടിയാലല്ലേ അടുത്ത ഒറ്റ സംഖ്യ കിട്ടുക, ശരിയല്ലേ? 1 3 5 7 9 എന്നൊക്കെ പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ? 2 കൂടി എഴുതുന്നത് അല്ലേ? അപ്പോൾ ഒരു സംഖ്യ മിസ് എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യേനെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ x+1 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. സാധാ നമ്പറുകളാണ് എഴുതുക. പക്ഷെ ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട്, ഓഡ് നമ്പർ ആയതുകൊണ്ട് ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ കിട്ടാൻ എക്സിനോട് 2 കൂട്ടണം, ശരിയല്ലേ? അപ്പോൾ അടുത്ത ഒറ്റ സംഖ്യ ഒന്ന് x+2 ആണ്. അതേപോലെ വൈയിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? y 31 ആണ്. തൊട്ടടുത്ത ഒറ്റ സംഖ്യ കിട്ടാൻ 31നോട് 2 കൂട്ടണ്ടേ? 33 അല്ലേ അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ x+2ഉം y+2 ആണ് നമ്മുടെ ചോദ്യം. ഇനി നമ്മളോട് ചോദിച്ചത് തൊട്ടടുത്ത
ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലം, അതായത് x+2 ഇൻറ്റു y+2 ആണ് കാണാൻ പറഞ്ഞത്. ഗുണനഫലം എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ ഗുണിക്കുന്നു അല്ലേ. ഇതിൻ്റെ ഇടയിൽ ഇൻറ്റു ഇടണം എന്നില്ല, 2 ബ്രാക്കറ്റ് ഇട്ടാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താ, x+2 ഇൻറ്റു y+2 ആണ്. ഇനി നമുക്കറിയാം 2 ബ്രാക്കറ്റ് സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, x ഇൻറ്റു വൈയും ചെയ്യും x ഇൻറ്റു 2ഉം ചെയ്യും, ശരിയല്ലേ. അതായത് x ഇൻറ്റു വൈ പ്ലസ് ഓരോ ഗുണിക്കുമ്പോഴും നടുവിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, പോസിറ്റീവ് ആവല്ലേ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, എക്സിൻ്റേത് കഴിഞ്ഞു. ഇനി 2 ഇൻറ്റു വൈയും ചെയ്യണം, 2 ഇൻറ്റു 2ഉം ചെയ്യണം, ശരിയല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഇൻറ്റു 2. എക്സ് ഇൻറ്റു വൈനെ XY എന്ന് എഴുതാം, 2 ഇൻറ്റു എക്സിന് എന്ത് എഴുതാം, എക്സ് ഇൻറ്റു 2നെ 2x എന്ന് എഴുതിക്കൂടെ, 2 ഇൻറ്റു വൈനെ 2y എന്ന് എഴുതിക്കൂടെ. 2 ഇൻറ്റു 2 4 ആണ്, ശരിയല്ലേ. ഇനി XY, എടാ നമുക്ക് നേരത്തെ ചെയ്ത പോലെ വാല്യൂ കൊടുക്കണമെങ്കിൽ എക്സും വൈയും ഗുണിച്ചാലുള്ള ഉത്തരം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. XYൻ്റെ വില എന്താ, 621. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ 621 എന്ന് നമുക്ക് എഴുതാം. പക്ഷേ എക്സും വൈയും കൂട്ടിയാലല്ലേ 50. പക്ഷെ ഇവിടെ എക്സും വൈയും അല്ല കൂട്ടുന്നത്, ഇവിടെ എത്രയാണ് കൂട്ടുന്നത്, 2x-ഉം 2y-യും കൂട്ടുന്നുണ്ട്, ശരിയല്ലേ. വെറും എക്സും വൈയും കൂട്ടിയാൽ 50 ആണ്. അങ്ങനെയാണെങ്കിൽ 2x 2y എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ഇരട്ടി വന്നില്ലേ, ശരിയല്ലേ. അതായത് എക്സും വൈയും കൂട്ടുന്നതിന് അതിൻ്റെ ഇരട്ടി വരും, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്, ശരിയല്ലേ. ഈ 2 ടേമിൽ 2 വരുന്നുണ്ട്. അപ്പോൾ മിസ് എന്ത് ചെയ്തു, 2 എന്നുള്ള നമ്പറിനെ പുറത്തേക്ക് എടുത്ത്, ബാക്കി ഇവിടെ എക്സ് ഉണ്ട്, നടുവിൽ പ്ലസ് ഉണ്ട്, പിന്നെ വൈ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, ലാസ്റ്റ് ആരുണ്ട്, 4 ഉണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ 50. അപ്പം 2x-ഉം 2y-യും കൂട്ടിക്കഴിഞ്ഞാൽ 50ൻ്റെ ഇരട്ടി വരൂലേ, കാരണം 2x-ഉം 2y-യും ഇല്ല, അപ്പം 100 അങ്ങനെ എഴുതിയാലും മതി. ഇനി നമുക്ക് വില കൊടുക്കാം, എക്സും വൈയും ഗുണിച്ചാൽ എത്രയാ, 621 ഇതാ ചോദ്യത്തിലുണ്ട്. അപ്പോൾ XY-ൻ്റെ സ്ഥാനത്ത് 621. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ, എക്സ് പ്ലസ് വൈ 100 50 ആണെന്നുണ്ടല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 50 എന്ന് എഴുതുന്നു, പ്ലസ് 4 621. 2 ഇൻറ്റു 50 എത്ര, 2 ഇൻറ്റു 50 100 എന്ന് വരും, ശരിയല്ലേ. പ്ലസ് 4 621 100 കൂട്ടി എത്ര വരും, 721 4 അല്ലേ. 621 പ്ലസ് 100 പ്ലസ് 4 എത്ര വരും, 4 1 5 2 6 1 7, അതായത് 725 എന്ന് വരും ഫൈനൽ ആൻസർ. ഈ 4 എവിടെ നിന്നാണ് വന്നാൽ മനസ്സിലായല്ലോ അല്ലേ, നമ്മൾ 2ഉം 2ഉം ഗുണിക്കാനുണ്ടായിരുന്നു, അവിടെ നിന്ന് വന്ന 4 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അല്ലേ, ആ ഒരു കാര്യം മറന്നു പോകരുത്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഏതോ സംഖ്യകൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എക്സും വൈയും എടുത്തത്. അപ്പോൾ അവർ തമ്മിൽ ഗുണനഫലം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ആണ് ഉദ്ദേശിക്കുന്നത്, അവർ തമ്മിൽ തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. ഇനി എക്സ് പ്ലസ് വൈ കാണുന്നിടത്തൊക്കെ 50 എഴുതാം, എക്സ് ഇൻറ്റു വൈ കാണുന്നിടത്തൊക്കെ 621 എന്നും എഴുതാം. ഓക്കെ, അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി ഒറ്റ സംഖ്യയ്ക്ക് പകരം ഇരട്ട സംഖ്യ ആണെങ്കിലോ, ഈവൻ നമ്പറിൻ്റെ കഥയാണെങ്കിലോ ചോദിച്ചത്, എടാ ഈവൻ നമ്പർ ആണെങ്കിലും 2 4 6 8 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനോട് 2 കൂട്ടിയതല്ലേ അടുത്ത ഈവൻ നമ്പർ. അപ്പം ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പറും എന്ത് തന്നെയാണ്, എക്സ് പ്ലസ് 2ഉം വൈ പ്ലസ് 2 ആ, കാരണം 2 കൂട്ടല്ലേ. അപ്പോൾ ഒറ്റ സംഖ്യ ആയാലും ഇരട്ട സംഖ്യ ആയാലും ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഭാഗത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്